ഞാൻ ശ്രീലേഖ, ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ആത്മ മലപ്പുറം. കാർഷികാനുബന്ധ മേഖലകളിലെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആത്മ മലപ്പുറം ആരംഭിക്കുന്ന കാർഷികം എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യവികസനം എന്നീ വകുപ്പുകളെ സംയോജിപ്പിച്ചു നടത്തുന്ന വിജ്ഞാന വ്യാപന പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസിയാണ് ആത്മ അഥവാ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി. വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിക്കുകയും തിരിച്ച് ഗവേഷണ ശ്രദ്ധ ആവശ്യമുള്ള പ്രശ്നങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമാണ് ആത്മയുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം. ഇതിനു പുറമെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പും മേൽനോട്ടവും ആത്മ നിർവഹിച്ചു വരുന്നു. കൃഷി, കാർഷികാനുബന്ധ സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച് കർഷക ഗ്രൂപ്പുകൾക്ക് പരിശീലനം നൽകി സുസ്ഥിര വരുമാനം നേടുന്നതിനും ആത്മ കർഷകരെ സഹായിച്ചു വരുന്നു. നമ്മുടെ മലപ്പുറത്ത് ധാരാളം കർഷകർ അനുകരണീയമായ വിധത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇത്തരം കർഷകരെ മറ്റു കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി എൻ്റെ കൃഷിയിടം എന്ന പരിപാടിയും സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ചും ആത്മാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ കർഷകരിൽ എത്തിക്കുന്നതിനായി കാർഷിക വാർത്തകളും മറ്റു ദൃശ്യ ശ്രാവ്യ പരിപാടികളുമാണ് കാർഷികം എന്ന ഈ ചാനലിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ആത്മ മലപ്പുറത്തിന്റെ ഈ എളിയ സംരംഭത്തിന് എല്ലാ അനുഗ്രഹാശിസ്സുകളും നൽകി ഈ ചാനൽ കഴിയുന്നത്ര പേരിലേക്ക് എത്തിക്കുന്നതിനായി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി ആത്മ ഗവേണിംഗ് ബോഡിയുടെ ജില്ലാതല ചെയർമാനായ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ VR വിനോദ് സാറിന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. 15 ബ്ലോക്കുകളും 108 കൃഷിഭവനുകളുമുള്ള കാർഷിക രംഗത്ത് വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം. ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ കൃഷി മാത്രമായിരിക്കില്ല കർഷകൻ ഉണ്ടായിരിക്കുന്നത്. കൃഷിയും മൃഗസംരക്ഷണവും ഡയറിയും ഫിഷറീസും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള സംയോജിത കൃഷിരീതികളാണ് വിജയികളായ മിക്ക കർഷകരും അനുവർത്തിച്ചു വരുന്നത്. മലപ്പുറം ആത്മയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് ആവശ്യമായ പുത്തൻ സാങ്കേതിക വിദ്യകൾ പകർന്നു നൽകുന്നതിനും അതുപോലെ തന്നെ കാർഷിക രംഗത്ത് അനുകരണീയമായ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള കർഷകരെ പുതുതലമുറ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി ആത്മ മലപ്പുറം ആരംഭിക്കുന്ന ഈ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. ആത്മ മലപ്പുറത്തിന്റെ ഈ ഉദ്യമത്തിന് ആത്മയുടെ ജില്ലാതല ഗവേണിംഗ് ബോഡി ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. കർഷകർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ആത്മയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന് ആത്മ ഗവേണിംഗ് ബോഡി ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം കർഷകർ ഉള്ളതും കാർഷിക പ്രാധാന്യമുള്ളതുമായ ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം. വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ധാരാളം സാങ്കേതിക വിദ്യകൾ ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട്. എങ്കിലും കർഷകർക്കത് ലഭ്യമാകുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ശാസ്ത്രീയ കൃഷിരീതികൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, മൂല്യവർദ്ധിത സാങ്കേതിക വിദ്യകൾ എന്നിവ യഥാസമയം ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും കർഷകരിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലാണ് മലപ്പുറം ആത്മ പുതിയ സാങ്കേതിക വിദ്യകളെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും മികച്ച കർഷകരെ പരിചയപ്പെടുത്തുന്നതിനുമായി കാർഷികം എന്നൊരു ചാനൽ ആരംഭിക്കുന്നത്. എന്നും കർഷകരോടൊപ്പം നിന്നിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ ചാനലിന് നേരുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ആത്മയോടൊപ്പം മലപ്പുറം ജില്ലാ പഞ്ചായത്തും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമസ്കാരം. കൃഷിയിലും കാർഷികാനുബന്ധ മേഖലയിലും കാർഷിക മൂല്യവർദ്ധന മേഖലയിലും വളരെയധികം മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള കർഷകരുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. നമ്മുടെ കർഷകരുടെ മാതൃകകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും സാങ്കേതിക വിദ്യ പകർന്നു നൽകുന്നതിനും കൃഷി വകുപ്പിന്റെ തന്നെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആത്മ മലപ്പുറം ആരംഭിക്കുന്ന ഈ ചാനലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. കൃഷി വിജ്ഞാന വ്യാപനത്തിന്റെ ഭാഗമായി ആത്മ മലപ്പുറം ആരംഭിക്കുന്ന കാർഷികം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് ഈ ചാനലിലൂടെ ആത്മ മലപ്പുറത്തിന്റെ പരിശ്രമം ഉണ്ടാകുന്നതാണ്. ഈ ചാനൽ എല്ലാവരിലേക്ക് എത്തിക്കുന്നതിനായി മലപ്പുറം ആത്മ പ്രോജക്ട് ഡയറക്ടർ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു.